ഇന്ത്യയിലെ BJP അവരുടെ ഇലക്ഷൻ്റെ എപ്പോഴത്തെ അജണ്ടയായിരുന്നു ഈ കാശ്മീർ ആർട്ടിക്കിൾ 370, അതേപോലെ കാശ്മീർ സ്വന്തമാക്കും. അതേപോലെ ഇലക്ഷന് ശേഷം ആർട്ടിക്കിൾ 370 അബോളിഷ് ചെയ്തു, അതായത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറ്റി. അതേപോലെ തന്നെ ഒരു സംഭവം അവർ ബംഗ്ലാദേശ് ഉണ്ടാക്കിയെടുക്കുകയാണ്, ഇന്ത്യയെ കട്ട് ഓഫ് ചെയ്യുക. അതായത് മനസ്സിലാക്കണം, ഏകദേശം 27 പ്രാവശ്യമാണ് ബംഗ്ലാദേശി ലീഡേഴ്സും അതേപോലെ പാകിസ്ഥാൻ്റെ ആർമി ജനറൽമാരും പലരും ഈ ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ ബോർഡർ ഉൾപ്പെടെ ഈ ഭാഗത്ത് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അവരായിരിക്കും ഏകദേശം മഹാഭൂരിപക്ഷം അവർ അധികാരത്തിൽ വരാനുള്ള സാധ്യത. കാരണം ഏറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് യങ്സ്റ്റേഴ്സിൻ്റെ പുതിയതായിട്ട് ഫോം ചെയ്ത പാർട്ടിയാണ്. അവർ പറയുന്നത് ഇന്ത്യയിലെ ഇൻസർജൻസി, അതായത് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് നോർത്ത് ഈസ്റ്റിലൊക്കെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തേക്കുവാണ്, അതിന് ബംഗ്ലാദേശ് സപ്പോർട്ട് ചെയ്യും. അടുത്ത സംഭവം തുടങ്ങുവാണ്. ഇതാണ് ഞാൻ പറയുന്നത്, വളരെ സെൻസിറ്റീവ് മേഖലയിലോട്ട് ഇന്ത്യയുടെ ചില പ്രദേശങ്ങളങ്ങ് മാറി. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാശ്മീരല്ല, അതിൻ്റെ 4 ഇരട്ടി പ്രശ്നമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോണിറ്റർ ചെയ്യാണ്. ഇതേപോലെയുള്ള മെസ്സേജുകൾ പൊളിറ്റിക്കൽ റാലിയിലും പബ്ലിക്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കോൺസുലേറ്റ് ജനറലെ ഹൈക്കമ്മീഷൻ അംബാസഡറെ വിളിച്ചു വരുത്തി, ശക്തമായ രീതിയിൽ പറഞ്ഞു. അതേപോലെ തന്നെ BJP ആസാമിൻ്റെ ചീഫ് മിനിസ്റ്റർ തിരിച്ചു പറഞ്ഞു, ഹെമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിനെ 4 പീസാക്കും, 2 പീസാക്കും, 2 ചിറ്റഗോങ് ആണെങ്കിൽ മറ്റൊരിടത്ത് ഇതെല്ലാം ഇന്ത്യയുടെ, അതായത് ഇന്ത്യയുടെ കടൽ തീരം വഴിയാണ് പോകുന്നത്, ബേ ഓഫ് ബംഗാൾ, അത് ഇന്ത്യ ബ്ലോക്ക് ചെയ്യും. മനസ്സിലാക്കുക, ഇതിലോട്ടൊന്ന് ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഈ പീറ രാജ്യം ഇന്ത്യക്കെതിരെ ഇത്രയും നാൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി മിണ്ടിയിട്ടില്ല, ഇത്രയും നാളും പറയാനുള്ള ധൈര്യം പോലും ഇല്ല. ഇന്നിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ BJPയുടെ ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ തിരിച്ചു പറയുന്നു, അതായത് ഇന്ത്യ ഇതിനെ മുൻകൂട്ടി കണ്ടില്ല, ഇങ്ങനെ അവരുടെ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതേപോലെ നാഷണൽ ഹൈവേ 12ൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ തൊട്ടടുത്ത് ബാബറി മസ്ജിദിൻ്റെ അതേപോലെയുള്ള സംഭവം ഉണ്ടാക്കുന്നു. കോടിക്കണക്കിന് രൂപ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നു. ഏകദേശം 12 കോടി രൂപയാണ് പെട്ടെന്ന് കളക്ട് ചെയ്തത്. അതേപോലെ UP നിന്നും ബീഹാറിൽ നിന്നും ഈ ബാബറി മസ്ജിദ് തലയോട് ഈ സംഭവം, അതായത് മോസ്ക് പണിയാൻ വേണ്ടി ആളുകൾ വരുന്നു. അതായത് വല്ലാത്തൊരു സ്ഥിതിയിലോട്ടാണ് ഈ ബംഗാൾ പോകുന്നത്.